പള്ളിക്കൽ രാമകൃഷ്ണ, തന്റെ അച്ഛന് തന്നെ നല്ല നിശ്ചയുണ്ട്. തന്റെ മൂത്ത മോൻ കുറുക്കനാണെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് സ്വന്തം അച്ഛന് തന്നെ. ആ അച്ഛൻ്റെ അടുത്ത് തന്നെ വേണോടോ തന്റെ ഈ ഓട്ടം തുള്ളലൊക്കെ. ആര്യ പറയുന്നത് എന്താന്ന് ആര്യയ്ക്കും അറിയാം, തനിക്കും അറിയാം. നടന്നത് തന്നെ. ഇനി ഇതുപോലെ വിഡ്ഢിത ഇവിടെ ആരോടെങ്കിലും എഴുന്നള്ളിയാ പിന്നത്തെ മുട്ടുകാലി എഴയേണ്ടി വരും. അയ്യോ, തന്റെ തറവാട്ടില് ഒരവകാശം ഇല്ലാതിരുന്ന എനിക്ക് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാമെങ്കിൽ തറവാട്ടിലെ ബന്ധുവായി പ്രവേശനം ലഭിച്ച ഇതിനപ്പുറവും ചെയ്യാൻ കഴിയും. അതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കാൻ ഞാൻ. വെറുതെ എന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെടാതെ അവനവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയാ തനിക്ക് കൊള്ളാം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആരെയാണ് അല്ല എന്റെ അമ്മയാണ് സത്യം. രാഷ്ട്രീയക്കാരന്റെ രക്ഷപ്പെടാനുള്ള കള്ള സത്യം, അതും സ്വന്തം അമ്മയെ പിടിച്ചു തന്നെ. അല്ല രാമകൃഷ്ണ, പേരെടുത്ത് വിളിക്കുന്നുണ്ട് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. വിരോധം ഉണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. തനിക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. ഇപ്പൊ തനിക്ക് പുതിയൊരു ബോധോദയം ഉണ്ടാവാൻ കാരണം എന്താ? അതിന്റെയും ഉറവിടം ജെയിംസ് അച്ചായനാണോ? എനിക്കറിയാമായിരിക്കുമെന്ന്. അയാളുടെ തലയിലെ ഇത്തരം ബുദ്ധി ഉദിക്കൂ. ഭാര്യ എന്നെ തള്ളിപ്പറഞ്ഞതിന്റെ സന്തോഷത്തിലാ അയാള്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ലെന്നാ ആത്മവിശ്വാസം. സാരമില്ല, വെറും ഒരു കൂപമണ്ടൂക അല്ല ഞാനെന്ന് അധികം താമസിയാതെ അയാൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കൂട്ടുകാരനൊപ്പം കൂടി സ്വന്തം ഭാവി കളയരുത്. ചീത്ത കൂട്ടുകെട്ട് നല്ലതല്ല രാമകൃഷ്ണ. എന്നാ ഇനി എന്റെ മോൻ പൊയ്ക്കോ. ചെല്ല് ചെല്ല്. കഴിക്കുമോളെ. മോളാകെ പേടിച്ചു പോയി മമ്മി. ഡാഡിയുമായി മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാ മമ്മിയുടെ ഫോൺ വന്നത്. എന്നിട്ട് കളിപ്പാട്ടാവെന്ന് മോള് പറഞ്ഞിട്ടേ ഡാഡി അത് വിശ്വസിച്ചില്ല. ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തപ്പോ മോളുടെ നെഞ്ച് പടപടാന്നിരിക്കായിരുന്നു. എന്നിട്ട് ഡാഡിന്ന് എങ്ങനെയാ മോള് രക്ഷപ്പെട്ടത്? മൊബൈല് മയൂഷിയുടെ ആണെന്ന് കള്ളം പറഞ്ഞു. ഓ, ഒരു മയൂഷിയെ കൂട്ടുകാരിയെ കിട്ടിയത് മോളുടെ ഭാഗ്യം. എന്തുണ്ടായാലും അതിനൊക്കെ കാരണക്കാരി ഒരു മയൂഷിയാണല്ലോ. കേട്ടോ മമ്മി? ഉടനെ ഡാഡി മയൂഷിയുടെ ഡാഡിയെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. അതിനുശേഷം മൊബൈലിലെ നമ്പർ കണ്ടിട്ട് മമ്മിയുടെ മൊബൈലിലോട്ട് വിളിച്ചത്. ആ സമയത്ത് മമ്മി ഫോൺ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? പിന്നെ മോളെ മമ്മിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. എന്റെ കുട്ട, അങ്ങനൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിർത്തി, ഫോൺ ഇടപാട് ഇതോടെ നിർത്തി. എന്തെങ്കിലും അത്യാവശ്യം മോക്കുണ്ടെങ്കിൽ മോള് മമ്മിയെ അങ്ങോട്ട് വിളിച്ചാൽ മതി. അതാ നല്ലത്. കേസ് തീരുന്നത് വരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കുട്ടാ. കേസ് എന്നാ തീരുന്ന മമ്മി? കോടതി വിധി വരുമ്പോ. കോടതി വിധി എപ്പോ വരും മമ്മി? അത് പറയാൻ പറ്റില്ല. മോളെ കോടതിയിലേക്ക് എപ്പോഴാ വിളിക്കുന്നേ? ഉടനെ തന്നെ ഉണ്ടാവും. ആ, എപ്പ വിളിപ്പിച്ചാലും ശരി, മോളെ മമ്മിക്ക് തന്ന വാക്ക് മറക്കരുത്. അന്നത്തോടെ കോടതി മോളെ മമ്മിക്കൊപ്പം അയക്കും. പിന്നെ ആരെയും ഭയന്ന് നമുക്ക് ജീവിക്കണ്ടല്ലോ. എന്റെ മോള് എനിക്ക് സ്വന്തം. എന്താ മോടെ മുഖത്തൊരു സന്തോഷമില്ലാത്തെ? അപ്പോ മോളുടെ ഡാഡി? ഓ, ഞാനത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. മോൾ എന്റെ ഒപ്പം വന്നാ ഡാഡി നമ്മളെ തേടി വരില്ലേ? അതല്ലേ നമ്മുടെ തുറുപ്പിച്ചീട്ട്. ഞാനാണ് ബോസ്. ആ ശിവ, മെയ് 9 അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ തനിക്ക്? അറിയാം ബോസ്. അന്നവനെ രജിസ്റ്റർ മാരേജ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. പെങ്ങളുടെ ഭർത്താവ് മറ്റൊരുവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൻ കാണണം. ഓക്കെ ബോസ്, ആ കാഴ്ച ഞാൻ അവനെ കാണിക്കും. അവന് പ്രിയപ്പെട്ടവരൊക്കെ
നരകയാതന അനുഭവിക്കുന്നത് സ്വന്തം കൺമുന്നിൽ കണ്ടിട്ട് വേണം അവൻ മരണത്തിലേക്ക് പോകാൻ. അതിന്റെ സുഖമൊന്ന് വേറെയാ. ഏത്? ശരി ബോസ്, നിർദ്ദേശം തന്നാൽ മാത്രം മതി. പറയും പോലൊക്കെ പ്രവർത്തിച്ചോളാം. ഓക്കെ ശിവ. ഡാ, ഒന്ന് എഴുന്നേക്കടാ. നല്ല ഉറക്കമായിരുന്നു അല്ലേ? എന്നാ ഉറക്കം പോകാനുള്ള ഒരൊറ്റമൂലിയായിട്ടാ എൻ്റെ വരവ്. ഞാൻ വരുമ്പോഴൊക്കെ നിനക്ക് സന്തോഷമുള്ളൊരു വാർത്ത ഉറപ്പാ. ഇവിടെയും പതിവ് തെറ്റിക്കുന്നില്ല. വരുന്ന 9-ാം തീയതി നമ്മൾ ഒരിടത്തേക്ക് പോകാൻ പോവാ, ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. എടാ, 9-ാം തീയതിയാ നിന്റെ പെങ്ങടെ ഭർത്താവ് വേറെ കെട്ടാൻ പോകുന്നത്. അത് നീ നേരിൽ കണ്ട് സായുജ്യമടയണമെന്നാ മുകളിൽ നിന്നുള്ള നിർദ്ദേശം. സദ്യ ഉണ്ണാനൊന്നും നമ്മൾ നിൽക്കില്ല. കാറിൽ പോകുന്നു, ഡോറ് തുറന്ന് ലൈവ് പ്രോഗ്രാം കാണുന്നു, തിരിച്ചു പോരുന്നു. പ്ലീസ്, അങ്ങനൊരു ചതി ചെയ്യരുത്. എന്റെ പെങ്ങൾ വിധവയാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. മംഗല്യ ചരട് അവളുടെ കഴുത്തിൽ ഭദ്രമാണെന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോന്റെ 2-ാം കെട്ട് നേരിൽ കണ്ട ആ വിശ്വാസം എനിക്ക് നഷ്ടമാകാൻ പോകുന്നത്. അത് തന്നെയാടാ ഞങ്ങളുടെ ഉദ്ദേശം. നിന്റെ രക്തത്തിൽ പിറന്നവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ണീര് കുടിക്കുന്ന നീ കാണണം. രാത്രിയിൽ ഉറക്കം നിന്നെ തഴുകുമ്പോ ആ കാഴ്ചകള് ദുസ്വപ്നമായി നിന്നെ തേടിയെത്തണം. ഇത്രയൊക്കെ ക്രൂരത കാട്ടാൻ എന്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പല ആവർത്തി പറഞ്ഞു നന്നായി ആലോചിക്കാൻ. നീ കാരണം നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചൊരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, മുറിവുണങ്ങാത്ത മനസ്സുമായി. നിന്റെ തകർച്ച പൂർണ്ണമായാലേ അയാളുടെ ഉള്ളൊന്ന് തണുക്കൂ. പേടിക്കണ്ട, മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ആ മുഖം കാണാം. തൂക്കുകയറി കഴുത്തിൽ മുറുകാൻ സമയമാവുമ്പോ അയാൾ വരും. നീ അയാൾക്ക് ബാക്കി വെച്ച കടങ്ങളുടെ കണക്ക് പറയാൻ. അതുവരെ സംഭവിക്കുന്നതൊക്കെ നല്ലതാണെന്ന് കരുതി സഹിക്കുക. എടി, ദേ, ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. ഇതാ വസ്തു വിറ്റ മുഴുവൻ തുകയുണ്ട്, വാങ്ങിക്കടി. പിടിക്കടി അങ്ങോട്ട്. കുറവല്ലോ വന്നിട്ടുണ്ടോ എണ്ണി നോക്ക്. അതിന്റെ ആവശ്യമില്ല. എത്ര എണ്ണിയാലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്ന് 1 രൂപ കുറഞ്ഞു പോയെന്ന് കരുതി എനിക്കൊന്നും വരാനില്ല. ശരി, എന്നാലേ കിട്ടിയ പണം കൊണ്ടുപോയി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്ക്. ആരെങ്കിലും കക്കുകയോ മോട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടേ പണം കാണാനില്ലാത്തോണ്ട് ഇവിടുന്ന് പോകുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പണം കിട്ടിയില്ലെങ്കിലും ഞാൻ പോവും അമ്മായി. പോകാൻ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. എടുക്കേണ്ടതൊക്കെ എടുത്ത് ബാഗിൽ വെക്കുകയും ചെയ്തു. ആ ദേ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. ഇനി ഏത് സ്വർഗത്തിൽ പോയി ജീവിച്ചാലും നേരെ ചൊവ്വയൊക്കെ ജീവിച്ചോണം. കൂടോത്രവും കൈവശവും ഒക്കെ കൂടെ കൊണ്ട് നടക്കരുതെന്ന്. അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ട് വേണ്ടേ കൂടെ കൊണ്ട് നടക്കാൻ? തറവാടുമായിട്ടുള്ള ബന്ധം അറ്റുപോയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുകയും അത് തിരുത്തുകയും ചെയ്താലേ എഴുന്നേറ്റം ഉണ്ടാവുള്ളൂ പെണ്ണെ. ഈ അവസാന നിമിഷത്തിലെങ്കിലും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വേദന തരാതിരുന്നൂടെ? ഒന്നിനും ഞാനിനി വരില്ല. എന്റെ ശല്യം ആർക്കും ഉണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ കണ്ണെത്താത്ത എവിടേക്കെങ്കിലും ഞാൻ പൊയ്ക്കോളാം. അബദ്ധവശ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒഴിഞ്ഞു മാറി പൊയ്ക്കോളാം. മറവ് പറ്റി നടന്നോളാം. അതുകൊണ്ട് ഈ ഒരു ദിവസമെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതൊന്നും പറയരുത്.
ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുകയാണോ? എന്താ അമ്മേ? ആ പിന്നെ അവൾക്കേ മായക്ക് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളൊക്കെ കൊടുത്തു തീർത്തു. 4 ലക്ഷത്തിൽ 1 രൂപ പോലും കുറയാതെ അവളുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തിട്ടാ ഞാൻ പോന്നത്. കടം വീട്ടിയ സ്ഥിതിക്ക് ഏത് നിമിഷം അവൾ ഇവിടുന്ന് കെട്ടുകെട്ടുമെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ നാണോ മാനോ ഉള്ളവളാണെങ്കിൽ ഇനി ഇവിടെ കടിച്ചു തൂങ്ങുമോ? പോകുന്നതിനെ പറ്റി മായ വല്ലതും പറഞ്ഞോ? ആരുടെയും കണ്ണെത്താത്ത ദൂരത്തേക്ക് പോകുമെന്ന്. എപ്പോഴാ പോക്കെന്നൊന്നും പറഞ്ഞില്ല. ആ, എവിടെയോ പോട്ടെ, കണ്ണെത്താത്തടത്തോ കാലെത്താത്തടത്തോ എവിടേക്ക് വേണേലും പോട്ടെ. നമുക്ക് കണി കാണാൻ സത്വം കണക്ക് നിന്ന് തരാതിരുന്നാ മതി. പോകുമ്പോ അവൾ ഒറ്റയ്ക്കാവില്ല പോകുക, കൂടെ അച്ഛനും ഉണ്ടാവും. വയസ്സുകാലത്ത് മനുഷ്യന്റെ തലയ്ക്ക് വെളിവില്ലാതെ പോയാൽ എന്ത് ചെയ്യും? ചെല്ലട്ടെ, അനന്തരോളുടെ കൈ ലക്ഷങ്ങൾ ഇരിക്കല്ലേ, സുഭിക്ഷമായിട്ട് ജീവിക്കാം. എന്നാലും കല്യാണത്തിന് അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ ആക്ഷേപിക്കും, അത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ അങ്ങ് സഹിച്ചാ പ്രശ്നം തീർന്നില്ലേ? ഒരു കണക്കിന് അങ്ങേരി കല്യാണത്തിന് പങ്കെടുക്കാത്തത് തന്നെയാ മോളെ നല്ലത്. അനന്തരോളോടുള്ള സ്നേഹം മൂത്ത് ഭ്രാന്ത് കയറി അങ്ങേര് അപ്പൊ നിന്റെ കഴുത്തി താലി കെട്ടുമ്പോ നന്നായി വരണേന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നശിച്ചു പോണേന്നായിരിക്കും പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ശാപം തരാനായി അങ്ങേരെന്തിനാ ഇവിടെ? ശരിയാ, മായയ്ക്ക് വന്ന വിധി എനിക്ക് വരാൻ പാടില്ല. ഈ ബന്ധം എന്നെന്നും നിലനിൽക്കണം. അത് ഇഷ്ടപ്പെടാത്തവർ അവരുടെ വഴിക്ക് പോട്ടെ. അതല്ലേ മോളെ ഞാൻ പറഞ്ഞത്. ആ പിന്നെ എനിക്ക് അങ്ങേര് എവിടെ പോയാലും ഒരു പ്രശ്നവുമില്ല. ഇത്രയും കാലം ജീവിച്ചത് തന്നെ പിള്ളേർക്ക് അച്ഛനുണ്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനാ. ഇനിയിപ്പോ അവരൊക്കെ അങ്ങ് വളർന്നില്ലേ, ഇനി അച്ഛനുണ്ടായാലെന്ത് ഇല്ലെങ്കിലെന്ത്.